എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധം അധ്യായം 53 ശ്ലോകം 18, 19, 20, 21, 22, 23, 24, 25, 26 9 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. രുക്മിണി സ്വയംവരത്തിനായിട്ട് സകല രാജാക്കന്മാരും വന്നിട്ടുണ്ട്. അധികവും രുക്മിണിയുടെ സുഹൃത്തുക്കളാണ്. എല്ലാം കൃഷ്ണദ്വേഷികൾ, ഭഗവാനെ ബലരാമനോടും ശത്രുത ഉള്ളവർ രാജാക്കന്മാര്. അങ്ങനെ അന്ന് കൂടുതലും ദുഷ്ടരാജാക്കന്മാരായിരുന്നു എന്നാ പറയണത്. അതുകൊണ്ടാണല്ലോ ഭഗവാൻ അവതരിക്കും. അവരുടെ ശല്യം സഹിക്കാൻ വയ്യാതെയായിട്ടുണ്ട്. അവരെ ഒന്ന് ശരിയാക്കണം എന്ന് വിചാരിച്ചു ഭഗവാന്റെ അവതാരം. അപ്പോ ശിശുപാലന്റെ പക്ഷക്കാരായിട്ടുള്ള പൗണ്ഡ്രകൻ, സാല്വൻ മുതലായിട്ടുള്ള രാജാക്കന്മാര് അവരുടെ സംഘങ്ങളോട് കൂടിയിട്ടാണ്, യുദ്ധസന്നാഹത്തോടു കൂടിയിട്ടാ എല്ലാവരും വന്നിരിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 18, 19. കൃഷ്ണരാമദ്വിഷോ യത്താ കന്യാം ചൈത്യായ സാധിതും യദ്യാഗത്യ ഹരേൽ കൃഷ്ണോ രാമാദ്യേർ യദുഭിർവൃത യോത്സ്യാമ സംഗതാസ്തേന ഇതി നിശ്ചിതമാനസാ ആജഗ്മുർഭൂഭുജ സർവേ സമഗ്രബലവാഹനാം. ഇത്രയധികം രാജാക്കന്മാര് വന്നത് എന്താണെന്നുള്ള അതിന്റെ കാരണം പറയാണ്. അന്നുള്ള രാജാക്കന്മാരിൽ പലരും ദുഷ്ടന്മാരായിരുന്നത് കൊണ്ട് അവര് ശ്രീകൃഷ്ണന്റെയും ബലരാമന്റെയും ശത്രുക്കളായിരുന്നു. ഭീഷ്മകപുത്രിയായ രുക്മിണിയെ ശ്രീകൃഷ്ണൻ ബലാത്കാരേണ കൊണ്ടുപോകാൻ ഒരുക്കമുണ്ട് എന്നുള്ള കിംവദന്തി നാട്ടിലൊക്കെ പരന്നിട്ടുണ്ട്. അത് ഇവര് കേട്ടു. അങ്ങനെ ആ ദുർജന അഗ്രസരനായ ശിശുപാലന്റെ കൂട്ടുകാരായ ഈ സാല്വാദികള് കന്യകയെ ശിശുപാലന് തന്നെ കൊട്ടിപ്പിക്കണം, കൃഷ്ണനെ അപമാനിക്കണം എന്നുള്ള വിചാരക്കാരാണ്. അപ്പൊ ശ്രീകൃഷ്ണൻ, ബലരാമൻ മുതലായവര് യദുസംഘത്തോടുകൂടി കല്യാണ മണ്ഡപത്തിൽ വന്ന് കന്യകയെ ചിലപ്പോ അപഹരിക്കും. അങ്ങനെ ചെയ്താൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആ ശ്രീകൃഷ്ണനോട് യുദ്ധം ചെയ്ത് കന്യകയെ വീണ്ടെടുത്ത് ശിശുപാലന് തന്നെ സമർപ്പിക്കണം എന്നുള്ള ആ ദുരാലോചന ചെയ്തിരുന്നു അവര്. അപ്പൊ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം കൂടിയിട്ടാണ് അവനവന്റെ സൈന്യങ്ങളും രഥങ്ങള്, കുതിര, വാഹനങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്തിട്ട് യുദ്ധസന്നാഹത്തോടു കൂടിയിട്ടാണ് വന്ന് നിറഞ്ഞിരിക്കുന്നത് ഈ രാജാക്കന്മാരെല്ലാം. സജ്ജനദ്രോഹികളും ദുർജന സഹായികളുമായിട്ടുള്ള രാജാക്കന്മാര് ആണ് അന്ന് കൂടുതലുണ്ടായിരുന്നത്. അപ്പൊ അധർമ്മം നശിപ്പിക്കാനായിട്ടാണല്ലോ ഭഗവാന്റെ അവതാരം. അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു വിചാരം അവർക്കുണ്ടായതിൽ അത്ഭുതമൊന്നുമില്ല. ശ്രുത്വൈതൽ ഭഗവാൻ രാമോ വിപക്ഷീയ നൃപോദ്യമം കൃഷ്ണം ചൈകം ഗതം കർത്തും കന്യാം കലഹശങ്കിത. ജ്ഞാനം, വീര്യം മുതലായിട്ടുള്ള ഗുണങ്ങൾ തികഞ്ഞിരിക്കുന്ന ഭഗവാൻ ബലരാമൻ കന്യകയെ അപഹരിക്കാൻ ശ്രീകൃഷ്ണൻ ഏകനായിട്ടാണ് പോയിരിക്കുന്നത്. ശത്രു രാജാക്കന്മാര് ഈ അവസരത്തിൽ യുദ്ധം ചെയ്യാനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടാവും എന്ന് കേട്ടപ്പോ കലഹം ഉണ്ടാവും അവിടെ എന്നുള്ളത് ഉറപ്പിച്ചു. ഭഗവാൻ അവിടെ വന്ന് ചോദിച്ചു, കൃഷ്ണനെ കാണാനില്ല. ദ്വാരകയിൽ വന്നപ്പോ ബലരാമേട്ടൻ അവിടെ ഉണ്ടായിരുന്നില്ല. ബലരാമസ്വാമി ചോദിച്ചു മന്ത്രിമാരോടൊക്കെ, ആരോ ഒരു ബ്രാഹ്മണൻ വന്ന് എന്തൊക്കെയോ പറയണത് കേട്ടു. അപ്പോ ആ തേരിൽ കയറിയിട്ട് അങ്ങോട്ട് പോയി, ബ്രാഹ്മണന്റെ കൂടിയിട്ടാണ് പോയത് എന്ന് പറഞ്ഞു അവരൊക്കെ. അപ്പൊ ആലോചിച്ചപ്പോ മനസ്സിലായി, ഇതിനാണ് രുക്മിണി സ്വയംവരത്തിനാണ് പോയിരിക്കുന്നത്. അപ്പൊ അവിടെ വേഗം ഭ്രാതൃസ്നേഹ പരിപ്ലുതനായിട്ടുള്ള ഭഗവാൻ സൈന്യങ്ങളെ കൊണ്ടിതാ കുണ്ടിന നഗരത്തിലേക്ക് പോവാണ്. ബലേന മഹതാ സാർദ്ധം ഭ്രാതൃസ്നേഹ പരിപ്ലുത ത്വരിത കുണ്ടിനം പ്രാഗാൽ ഗജാശ്വരഥപത്തിഭി. സഹോദരനോടുള്ള സ്നേഹാധിക്യ നിമിത്തം ഉടനെ ബലരാമൻ ആന, തേര്, കുതിര, കാലാള് എന്ന് 4 വിധ സൈന്യങ്ങളെ അസംഖ്യമായിട്ട് ഒരുമിച്ച് കൂട്ടി അതിവേഗത്തിൽ കുണ്ടിന നഗരത്തിലേക്ക് പോയി. ഭഗവാൻ അവിടെ എത്തിയപ്പോഴേക്കും
ബലരാമേട്ടനോടെ എത്തി. അവിടെ രുക്മിണിയോ ആ സമയത്ത് ഭഗവാൻ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാളികയുടെ മുകളിൽ കയറിയിരിക്കുക, വരുമ്പോ തന്നെ കാണാൻ വേണ്ടിയിട്ട്. ബ്രാഹ്മണനെയും കാണാനില്ല. ഈശ്വര, എന്താ ചെയ്യാ, സമയം അടുത്തു, അല്ലാതെ വിഷമിക്കുന്നു. ഭീഷ്മകന്യാവരാരോഹ കാങ്ക്ഷന്ത്യാഗമനം ഹരേ പ്രത്യാപത്തിമപശ്യന്തി ദ്വിജസ്യാ ചിന്തയൽ തദാ. രാജാക്കന്മാരുടെ ഒരുക്കത്തെ ഇങ്ങനെ വർണ്ണിച്ചു. ആ രുക്മിണിയുടെ ഇപ്പോഴത്തെ സ്ഥിതി വർണ്ണിക്കുകയാണ്. ശ്രീകൃഷ്ണന്റെ ആഗമനം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന രുക്മിണി ഭഗവാന്റെ വരവ് ദൂരത്ത് നിന്ന് തന്നെ കാണാൻ സാധിക്കാൻ പാകത്തിന് അത്ര ഉയരമുള്ള സൗധത്തിൽ കയറിയിരുന്നു. ബാൽക്കണിയിൽ പോയിരിക്കുകയാണ്. കാണാനില്ല ഭഗവാനെ. ദൂത് പറയാൻ അയച്ച ബ്രാഹ്മണനെയും കാണാനില്ല. അപ്പൊ വല്ലാത്ത വിഷമായി. എന്താണാവോ വരാത്തത്? അഹോത്രിയാമാന്തരിത ഉദ്വാകോമേ അൽപരാധസ നാഗച്ഛത്യരവിന്ദാക്ഷോ നാഹം വേദ്മ്യത്ര കാരണം. ഈ രാത്രി കഴിഞ്ഞു, നേരം പുലർന്നാൽ ഭാഗ്യഹീനയായ എന്റെ കല്യാണ മുഹൂർത്ത ദിവസമായല്ലോ. കഷ്ടം. സർവാംഗസുന്ദരനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ വരണത് കാണാനില്ലല്ലോ. എന്താ ഇതിന് കാരണം? മനസ്സിലാവണില്ല. രാത്രി ഉറക്കം തന്നെ വരണില്ല രുക്മിണിക്ക്. ഭഗവാനിലുള്ള അനുരാഗാധിക്യം. ശ്രീകൃഷ്ണ സമാഗമം ഇല്ലാതെ പോയാൽ ഈ ഭാഗ്യമൊക്കെ നിഷ്ഫലം തന്നെ. അപ്പൊ രുക്മിണി വിചാരിച്ചു, ഭഗവാനില്ലെങ്കിൽ എന്താ, സ്ത്രീകളുടെ സർവ്വസുഖവും അനുരൂപനായ ഭർത്താവിന്റെ ലാഭം തന്നെയാണ്. അതേവരെ എനിക്ക് എന്തൊക്കെ ഭാഗ്യമുണ്ടോ അതൊക്കെ വെറുതെയാണ് ഭഗവാന് എനിക്ക് ലഭിച്ചില്ലെങ്കിൽ എന്നാണ് രുക്മിണി വിചാരിക്കുന്നത്. ആശ്രിത വാത്സല്യാദി സർവഗുണ സമ്പൂർണനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ വരാതിരിക്കുന്നതായാൽ ആ മഹാപുരുഷനോട് ചേരാൻ എനിക്ക് ഭാഗ്യമില്ല. അത് മാത്രമാണ് കാരണം, എന്റെ ഭാഗ്യ ദോഷം. അല്ലാതെ ഭഗവാന് കാരണമില്ലാത്തതുകൊണ്ടല്ല എന്ന് രുക്മിണി വിചാരിച്ചിട്ടേ ഇല്ല. മനസ്സുകൊണ്ട് പോലും ഭഗവാനെ കുറിച്ചൊരു ദോഷം ചിന്തിക്കുന്നവളല്ല രുക്മിണി, അല്ലെ? അല്പപുണ്യന്മാവന്മാർക്ക് ശ്രീകൃഷ്ണ ദർശനം സാധിക്കില്ല എന്ന് നല്ലോണം അറിയാം രുക്മിണിക്ക്. ഞാൻ അത്ര ഭാഗ്യം ചെയ്തിട്ടില്ല. സോഭിമാവർത്തദേദ്യാവി മത്സന്ദേശഹരോദ്വിജ അഭിമയി അനവത്യാത്മാ ദൃഷ്ട്വാ കിഞ്ചിൽ ജുഗുപ്സിതം മൽപാണി ഗ്രഹണേ നൂനം മായാദി കൃതോദ്യമ. ഞാൻ സന്ദേശം കൊടുത്തയച്ച ആ ബ്രാഹ്മണനും ഇത്രയായിട്ടും മടങ്ങി വന്ന് കാണാനില്ലല്ലോ. അതിനും കാരണം എന്തായിരിക്കും? സർവകല്യാണ ഗുണാലയനായ ഭഗവാൻ എന്നിൽ വല്ല ദോഷവും കണ്ടു? അതുകൊണ്ടാണോ എന്റെ പാണിഗ്രഹണത്തിൽ വിമുഖനായിരിക്കുന്നത്? ആ അനിഷ്ടവർത്തമാനം എന്നോട് പറയാൻ മടിയുള്ളത് കൊണ്ടാണോ ബ്രാഹ്മണൻ മടങ്ങി വരാത്തത്? അതോ എന്റെ പാണിഗ്രഹണത്തിന് ഒരുങ്ങിയിരിക്കുന്ന ഭഗവാൻ ബ്രാഹ്മണനെ മുമ്പിൽ അയക്കാതെ ഒരുമിച്ച് തന്നെ പോകാം എന്ന് പറഞ്ഞ് താമസിപ്പിച്ചിരിക്കുകയാണോ? ഒന്നും എനിക്ക് മനസ്സിലാവണില്ല. ഇങ്ങനെ പലതും ചിന്തിച്ചുകൊണ്ടിരിക്കുക രുക്മിണി. ദുർഭഗായാനമേധാത നാനുകൂലോ മഹേശ്വര ദേവീ വാ വിമുഖാ ഗൗരി രുദ്രാണി ഗിരിജാ സതി. എന്നതാ വേറെ വല്ല കാരണമാണോ നോക്കിയാണ്. ബ്രഹ്മാദി ദേവന്മാരുടെ പ്രസാദം കൊണ്ട് മാത്രമേ കാര്യം വിഘ്നം കൂടാതെ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ വിഘ്നം സംഭവിക്കും എന്നുള്ളത് സജ്ജനസമ്മതമായ ലോക നിയമമാണ്. ഭാഗ്യഹീനയായ എന്റെ നേരെ പരമശിവനും ബ്രഹ്മാവും പ്രസന്നന്മാരായിട്ട് ഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കുലദേവതയും ഹിമവൽപുത്രിയും മഹേശ്വര പ്രാണനാഥയുമായ ഗൗരി ദേവിയും എന്നെ കടാക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് എന്റെ ആഗ്രഹം സാധിക്കാത്തത്. അവരുടെ ഒന്നും അനുഗ്രഹം എനിക്ക് കിട്ടാത്തത് കൊണ്ടല്ലേ എനിക്കിപ്പോ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്ന് വിചാരിച്ചു വളരെ സങ്കടപ്പെടുകയാണ് രുക്മിണി. ഏവം ചിന്തയതി ബാല ഗോവിന്ദഹൃതമാനസ നമീലയത കാലജ്ഞ ശ്രുകലാകുലേ. ഇങ്ങനെ വളരെ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന, അനിഷ്ടങ്ങള് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന രുക്മിണി ഭഗവാന്റെ കുറച്ചു കഴിയുമ്പോ വിചാരിച്ചു, ഭഗവാന്റെ ആ വരവിനുള്ള കാലം കഴിഞ്ഞിട്ടില്ലല്ലോ, സമയം കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറച്ച് സമയം കൂടി ഉണ്ട്, വരാതിരിക്കില്ല എന്ന് ആശ്വസിച്ചുകൊണ്ട് കണ്ണുനീര് നിറഞ്ഞിരിക്കുന്ന ആ മിഴികളെ
ഒന്നങ്ങടെ അടച്ചു. അങ്ങനെ കണ്ണടച്ച് കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുകയാണ് രുക്മിണി. വരാണ്ടിരിക്കില്ല. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.